കാസർഗോഡ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി. നഗരത്തിലെ ഉടുപ്പി ഹോട്ടലിന് സമീപമാണ് ഈ സംഭവം. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ കാറിലാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. ഒരു പയ്യനെ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു വൈറ്റ് നല്ല സ്റ്റൈൽ മനുഷ്യനാണ്. മാസ്ക് ധരിച്ചിരുന്നു, പിന്നെ കണ്ണാട വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് പാർക്കിങ്ങിൽ നിന്ന് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലെ വണ്ടിയാണ്. ഒരു 4-5 പേര് വന്നിട്ടായിട്ട് ഇവനെ പിടിക്കുക ഒന്നും പ്രതികരിച്ചില്ല. അവർ പിടിക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ ഇറങ്ങിയിട്ട് കൂട്ടിപ്പോയി. ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. സൈലൻ്റായിട്ട് പോയി. പിന്നെ അവരെ സംഭവിച്ചത് ഒരു 12 മണിയിൽ നടന്നു. പിന്നെ അവരെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. വണ്ടിയിൽ കയറ്റിയിട്ട് അവർ നേരെ നമ്മുടെ ഈ സ്ട്രൈറ്റിൽ പോയി അങ്ങോട്ടേക്ക്. പോലീസിനെ അറിയിച്ചു. ഇവിടെ വേറൊരു ഉണ്ടായിരുന്നു. അയാൾ പോലീസിനെ അറിയിച്ചു. പിന്നെ അയാൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ റിപ്പോർട്ട് കൊടുത്തിട്ട്. സരംഗ് സുരേഷ് വിവരങ്ങളുമായുണ്ട്. സരംഗ്, തട്ടിക്കൊണ്ടുപോയ ആളെക്കുറിച്ചും ഈ സംഘാംഗങ്ങളെക്കുറിച്ചുമുള്ള കൂടുതൽ വിശദാംശങ്ങൾ, അന്വേഷണം എവിടെ എത്തി, എന്താണ് പോലീസ് അറിയിക്കുന്നത്? 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദേശീയപാതയിലെ ഒറ്റത്തൂർ മേൽപ്പാലത്തിന് തൊട്ട് താഴെ നിന്നുള്ള പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ്. കടയ്ക്ക് മുൻപിലുള്ള മേഖലയിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ യുവാവിനെ ഈ 4-അംഗ സംഘം ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള ബൊലേറോ വാഹനത്തിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്നത്. 4 പേരും ചേർന്ന് യുവാവ് മാസ്ക് അടക്കം ധരിച്ചിരുന്നതിനാൽ തന്നെ യുവാവിന്റെ സ്വകാര്യ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള കർണാടക അതിർത്തി ആയതിനാൽ തന്നെ പല ഇടങ്ങളിലുമായി വലിയ തോതിലുള്ള ബിസിനസ് ഇടപാടുകളൊക്കെ നടത്തുന്ന ഒട്ടേറെ ചെറുപ്പക്കാരുള്ള മേഖലയാണ് കാസർഗോഡ് നഗരം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് കുറിപ്പൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിറകിലുള്ളത് എന്നുള്ള സംശയം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തലപ്പാടി ടോൾ ഗേറ്റ് കടന്ന് കർണാടകയിലേക്ക് വാഹനം കടന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. എന്തായാലും CCTV ക്യാമറയുടെ സഹായത്തോടു കൂടി തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ടൗൺ പോലീസ് കർണാടക പോലീസുമായും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. രതീഷ്.